ഈ ക്രിപ്റ്റോന്റെ വാല്യൂ എന്തെങ്കിലും താഴേക്ക് പോവോ? അതായത് ഞാൻ ആദ്യം ചിന്തിച്ചത് നല്ലൊരു ചോദ്യമാണ്. ക്രിപ്റ്റോയുടെ വാല്യൂ എന്ന് പറയുന്നത് ട്രേഡിങ് കൂടുതൽ നടന്നാൽ മാത്രമേ ഇതിന്റെ ഡിമാൻഡ് വർദ്ധിക്കുള്ളൂ. അപ്പോൾ ഡിമാൻഡ് വർദ്ധിച്ചെങ്കിൽ മാത്രമേ ഇതിന് കൂടുതൽ ആൾക്കാർ ഇതിനകത്ത് പ്രോഫിറ്റബിൾ ആയിട്ടുണ്ടെങ്കിലേ വാങ്ങിക്കുള്ളൂ. പക്ഷെ അങ്ങനെ ട്രേഡിങ് നടന്നില്ലെങ്കിൽ എന്ത് പറ്റും? താഴത്തേക്ക് പോകും. ഈ താഴത്തേക്ക് പോകാനുള്ള മറ്റു ചില കാര്യം വെച്ചാൽ, ഇപ്പം ഈ ക്രിപ്റ്റോ സ്റ്റാർട്ട് ചെയ്യുമ്പം എയർ ഡ്രോപ്പ് കൊടുക്കും. അത് കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത് വന്നെങ്കിലേ ബിനാൻസ് പോലുള്ള എക്സ്ചേഞ്ചിലൊക്കെ ലിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ പറയും ഞങ്ങൾക്ക് ഒരു 10 ലക്ഷം കമ്മ്യൂണിറ്റിയിലേക്ക് ആൾക്കാർ വേണം. അപ്പോൾ ഈ 10 ലക്ഷം പേരെ കമ്മ്യൂണിറ്റിയിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പം ഇവരെന്ത് ചെയ്യും? ഈ ഇത്രയും ആൾക്കാരെ കൊണ്ടുവന്നെങ്കിൽ അവരെ KYC ചെയ്ത് കൊണ്ടുവന്നെങ്കിൽ നിസ്സാര കാര്യമല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരെന്ത് ചെയ്യും? എയർ ഡ്രോപ്പ് കൊടുക്കും. അവർ പറയണത് ഇതിൽ നിങ്ങൾ വന്ന് KYC ചെയ്ത് രജിസ്റ്റർ കഴിഞ്ഞാൽ 5000 ടോക്കൺസോ അല്ല കോയിൻസോ തരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എല്ലാവരും കയറി KYC ചെയ്ത് അവരുടെ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യും. അപ്പോൾ അതിനകത്ത് സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് യൂസ് ചെയ്യും. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള യൂസ് ചെയ്ത് അവരുടെ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യും. ഈ കമ്മ്യൂണിറ്റിയിൽ ഒരു 10 ലക്ഷം വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും? അവർ ബിനാൻസ് പോലുള്ള എക്സ്ചേഞ്ചിൽ മീറ്റ് ചെയ്യും. അപ്പോൾ അവർ പറയും ഇത്ര ലക്ഷം. അതെന്താണ്? ഇതൊരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണെന്ന് വിചാരിച്ചിട്ടാണ് അവർ ഈ സോഷ്യൽ മീഡിയയിൽ ഇത്രയും ആൾക്കാരുടെ പാർട്ടിസിപ്പേഷൻ ആവശ്യപ്പെടുന്നത്. അത് വേറൊരു വ്യൂ ആണ്. പക്ഷെ ഇത്രയും ആൾക്കാരെ സംഘടിപ്പിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യും? ഈ ടോക്കൺ ഫ്രീ ആയിട്ട് കൊടുക്കും. ഫ്രീ കിട്ടുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യും? കയറി രജിസ്റ്റർ. അപ്പൊ ബിനാൻസോ അല്ല അതേപോലുള്ള എക്സ്ചേഞ്ച് എന്ത് ചെയ്യും? ഇത്ര കമ്മ്യൂണിറ്റിയിലുണ്ട്, അപ്പൊ ജെന്യൂൻ ആണ്. അപ്പൊ എന്ത് ചെയ്യും? ഇവര് കയറി അതിനകത്ത് ലിസ്റ്റ് ചെയ്യും. ലിസ്റ്റ് ചെയ്യുമ്പോൾ അവർ പറയും അടുത്ത ഒരാഴ്ചക്കുള്ളിൽ ഇത് ലിസ്റ്റ് ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഈ ടോക്കൺസ് എല്ലാം ആക്റ്റീവ് ആവണമെങ്കിൽ ഒരു $100 വെച്ചിട്ട് പർച്ചേസ് ചെയ്യണം. അപ്പൊ 10 ലക്ഷം ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ എത്രയും ഹ്യൂജ് എമൗണ്ട് ആയി. അപ്പൊ അത്രയും ഒരു എമൗണ്ട് ഇവരുടെ കയ്യിലേക്ക് വന്നത് അവർ സേഫായി. അതെ, ഈ ടോക്കൺസ് ഉണ്ടാക്കിയ ആൾക്കാർ സേഫായി. ബിനാൻസിന് ആവശ്യപ്പെടുന്ന 10-25 ലക്ഷം രൂപ കൊടുത്ത് അവർക്കും പൈസ കിട്ടി, ഇവർക്കും കിട്ടി. അതിനുശേഷം ഈ എയർ ഡ്രോപ്പ് കിട്ടിയ ആൾക്കാർ എന്ത് ചെയ്യും? ഈ എക്സ്ചേഞ്ചിനെ കൊണ്ട് സെല്ല് ചെയ്യാനിടും. ഇപ്പോൾ $1 വില ആണെങ്കിൽ അവൻ വിചാരിക്കണം 5000 കിട്ടിയല്ലേ, എന്നാൽ പിന്നെ ഒരു 90 പൈസയ്ക്ക് വിറ്റേക്കാൻ നമുക്ക് 90 പൈസയ്ക്ക് കൊണ്ടുവിടും. അപ്പൊ അടുത്ത ആൾ വിചാരിക്കും എൻ്റെ ആ 90 പൈസ കിട്ടുക, എന്നാൽ പിന്നെ എൻ്റെ ഒരു 80 പൈസ കിട്ടുക. അപ്പൊ ഇങ്ങനെ ഓരോ ആൾക്കാരും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യും. അവസാനത്തെ ആൾ പറയും 10 പൈസ കിട്ടിയാലും കുഴപ്പമില്ല, കാരണം 5000 കിട്ടില്ലേ, 100 പോയുള്ളൂ. അങ്ങനെ ഇതിന്റെ പ്രൈസ് നേരെ താഴത്തേക്ക് പോയാൽ പിന്നെ ഒരിക്കലും മേലോട്ട് പോയാല്. ഇപ്പൊ ലോകത്ത് ഏകദേശം 20,000-ഓളം കോയിൻസും ടോക്കൺസും ഉണ്ട്. അതിൽ 90% വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പൊ ഇതാണ് എന്റെ സ്ട്രാറ്റജി.